ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് നേരം വൈകി. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇന്ന് ചെറിയൊരു വീഡിയോ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇന്നലെ വൈകുന്നേരം നമ്മൾ കളക്ട് ചെയ്ത കുറച്ച് തുളസീൻ്റെ ഇല, അതേപോലെ പന്നിക്കൂർക്കൽ, കഞ്ഞിക്കൂർക്കൽ എന്നൊക്കെ പറയട്ടോ, അങ്ങനെ ആ ഒരു ഇലയാട്ടോ ഇത്. അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ നമ്മുടെ തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ നന്നായിട്ട് കിട്ടാനുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മഴയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം പറിച്ചു കൊണ്ടുവന്നു കേട്ടോ. നമ്മുടെ കോഴികൾക്ക് വെള്ളം കാച്ചി കൊടുക്കാനും, അതേപോലെ ഈ ഒരു കാലാവസ്ഥയിൽ ഇപ്പോൾ നല്ലതുപോലെ കഫക്കെട്ടും, അതേപോലെ നമ്മുടെ കോഴികൾക്കാണെങ്കിൽ മനുഷ്യന്മാർക്കാണെങ്കിലൊക്കെ ഒരേപോലെ അസുഖങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ് ഈ ഒരു മഴ സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കോഴികൾക്കൊക്കെ നല്ലതാണ് ഈ ഒരു എന്താ പറയുക പച്ച മരുന്ന് നമ്മൾ കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിൽ. പ്രത്യേകിച്ച് നമ്മുടെ നാടൻ കോഴികളായതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ അസുഖങ്ങൾ വരില്ല. എന്നാലും ഈ ഒരു മഴ കൊണ്ടിട്ട് അവർക്ക് എന്തായാലും ഒരു കഫക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴികളിലെ ഈ ഒരു സമയത്ത് നമ്മുടെ കോഴികളെ തീറ്റയിലൊക്കെ നല്ലതുപോലെ ഈ ഒരു പന്നിക്കൂർക്കലും, അതേപോലെ തുളസിയുടെ ഇലയും മഞ്ഞളും അങ്ങനെയുള്ള കുറച്ച് ആയുർവേദത്തിൻ്റെ അങ്ങനത്തെ ഇലകളൊക്കെ എടുത്ത് നമ്മളെ കോഴികളുടെ തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുത്താൽ നല്ലതാട്ടോ. നമ്മൾ അവർക്ക് അസുഖം വരുന്നതിൻ്റെ മുമ്പേ നമുക്ക് നമ്മളെ കയ്യിൽ ഇതേപോലെ ഇലകളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തൊക്കെ കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ കോഴികളുടെ ഇലയിലൊക്കെ നമ്മുടെ പപ്പായുടെ ഇലയൊക്കെ കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു ഇലയും കൂടിയിട്ട് നമുക്ക് മിക്സാക്കി നമ്മുടെ കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കുടക എന്ന് പറഞ്ഞ ഈ ഒരു ഇലയും കൂടി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വേറെ ആവശ്യത്തിനും കൂടി ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കിയാർനെല്ലി കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിയാർനെല്ലിയാണ് നമുക്ക് ഇവിടെ കിട്ടാൻ കുറച്ച് പണിയായിട്ടുള്ളത്. അത്യാവശ്യം അല്ലാതെ ബാക്കിയുള്ള ഇലകളൊക്കെ നമുക്ക് കിട്ടാനൊരു പണിയില്ല. പിന്നെ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, നമുക്ക് കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ കുറച്ച് എടുത്തിട്ട്. പിന്നെ കാര്യമായിട്ട് നമ്മുടെ കയ്യിൽ നല്ല തുളസീൻ്റെ ഇലയും അതേപോലെ പന്നിക്കൂർക്കലും ഉള്ളത് കൊണ്ട് തന്നെ കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കോഴികൾക്ക് മരുന്നുണ്ടാക്കി കൊടുക്കുകയാണെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇലകളൊക്കെ നമ്മുടെ കോഴിയുടെ തീറ്റയിൽ ധാരാളമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്തി കൊടുത്താൽ നമുക്ക് കോഴികൾക്ക് അസുഖങ്ങളൊക്കെ ഒരുവിധമൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ ധാരാളമായിട്ട് നമുക്ക് കിട്ടാനുണ്ട്. നമ്മുടെ ഈ ഒരു തുളസിയുടെ ഇലയും കഞ്ഞിക്കൂർക്കലൊക്കെ നന്നായിട്ട് തന്നെ കിട്ടാണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു നാടൻ കോഴികൾക്ക് പ്രതിരോധശേഷി കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കിത് വേണമെങ്കിൽ ഒരാഴ്ചയിലോ 1-2 പ്രാവശ്യം നമുക്ക് കോഴികൾക്ക് നമുക്ക് ഇത് തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ പച്ചമരുന്നായിട്ട് വെറുതെ ഇങ്ങനെ അരച്ച് നമ്മുടെ അതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ മഞ്ഞൾ, ഇവിടെ നമ്മൾ കോഴി വളർത്തുന്നത് കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കാറുണ്ട് മഞ്ഞൾ. നമ്മുടെ കോഴികൾക്ക് മഞ്ഞൾ വെള്ളത്തിലും ഈ ഒരു സമയത്ത് മഞ്ഞളിട്ട വെള്ളവും അതേപോലെയൊക്കെ കൊടുക്കുന്ന നല്ല മഞ്ഞൾ നമ്മുടെ കോഴിയുടെ തീറ്റയിൽ എപ്പോഴും ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞൾ നന്നായിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമുക്ക് ഇതേപോലെ അരിഞ്ഞൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോഴികൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ലതാട്ടോ നമ്മുടെ കോഴികൾ. പക്ഷെ നമ്മുടെ കോഴികൾ ഇല മാത്രം കഴിക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ തീറ്റയിലൊക്കെ മിക്സാക്കി കൊടുക്കുന്നു മാത്രം. നമ്മുടെ കോഴികളുടെ കഫക്കെട്ടൊക്കെ പെട്ടെന്ന് മാറാനൊക്കെ നമ്മുടെ ഈ ഒരു ഇലകളും അതേപോലെ മഞ്ഞളും കൂടി മിക്സാക്കി നമ്മുടെ നന്നായിട്ട് ചതച്ച് അതിൻ്റെ നീര് ദിവസം 2 പ്രാവശ്യം ആക്കി കൊടുത്താൽ നല്ല മാറ്റം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് കളക്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ആണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കഷായോ കാച്ച അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം നമുക്ക് ഒരു ഇളം ചൂടിൽ കോഴികൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തീറ്റയിലൊക്കെ മിക്സാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നല്ലൊരു മരുന്നാണ് നമ്മുടെ നാടൻ കോഴികൾക്ക്. നാടൻ രീതിയിൽ മരുന്നുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.